വൃക്ക രോഗികൾക്ക് ആ സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആശ്വാസ്. വൃക്ക രോഗികൾ വീട്ടിലോ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ അറിയുന്ന കുടുംബത്തിലോ ഒരു വൃക്ക രോഗി ഉണ്ടെങ്കിൽ, ഡയാലിസിസ് രോഗി ഉണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ അല്ലെ, അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോ അവർക്ക് സൗജന്യമായി ഡയാലിസിസ് സൗജന്യമായി ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസ്. അവർക്ക് വലിയൊരു ആശ്വാസമാണത്. ആശ്വാസ് എന്ന പദ്ധതി നോട്ട് ചെയ്തു. നവജാത ശിശുക്കളിലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് നിയോ ക്രാഡിൽ. PSC ചോദിച്ച ചോദ്യമാണിത്. PYQ ആണ്. നവജാത ശിശുക്കളിലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് നിയോ ക്രാഡിൽ. നിയോ ക്രാഡിൽ. പൊതുജനങ്ങൾക്ക് പരാതിയിൽ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് അറിയിക്കാനുള്ള കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ദൃഷ്ടി. പൊതുജനങ്ങൾക്ക് പരാതികള് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കാത്ത സാഹചര്യം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനില് എന്താ പറയാ, എല്ലാ പോലീസ് സ്റ്റേഷനിലും അല്ല പറയുന്നത്, ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് എന്താണ്, നമ്മൾ കേസ് കൊടുക്കാൻ തന്നെ മടിച്ചു പോകും അല്ലെ. അത്തരത്തിലൊന്നും സാഹചര്യങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഇതിനെ കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി. നേരിട്ട് പോലീസ് മേധാവിയെ നേരിട്ട് അറിയിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ദൃഷ്ടി. ഇത് പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നൊരു വൃദ്ധസദനത്തിൽ പോവുകയുണ്ടായി. ഓക്കെ, അതിന് മുന്നേ ഞാൻ വേറെ കാര്യം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഞാന് എന്താ പറയാ, ഒരു ചെറിയൊരു പരിപാടിക്ക് പങ്കെടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങളും ഫോട്ടോസ് ഒക്കെ നമ്മളെ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള നമ്മുടെ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു കുട്ടിയുടെ കുട്ടി, അതായത് കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു വൃദ്ധസദനത്തിൽ നിന്നേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അതിനു വേണ്ടിയുള്ള ഫണ്ടൊക്കെ തരികയും ചെയ്തു. വളരെ സന്തോഷം. ഓക്കെ, അതവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പറയുമ്പോ അതായത് 96 വയസ്സുള്ള അപ്പൂപ്പൻ ഒരു വൃദ്ധസദനത്തിലുണ്ട്. ഓക്കെ, ആ വൃദ്ധസദനത്തിൽ 96 വയസ്സുള്ള അപ്പൂപ്പന്റെ എന്താണ് പറയാ, ബർത്ത്ഡേക്ക് വലിയ ഫംഗ്ഷൻ ആയിട്ട് ആ വൃദ്ധസദനം കൊണ്ടാടി. 96ാമത്തെ വയസ്സിൽ വൃദ്ധസദനത്തിന്റെ എല്ലാരെയും വിളിച്ചിട്ട് മലപ്പുറം ജില്ലാ കളക്ടറെ വരെ വിളിച്ചിട്ടുള്ള ഒരു വലിയ പരിപാടിയായിരുന്നു. ഓക്കെ, യെസ്. അപ്പോ ഇതില് ഈ ദൃഷ്ടി പറഞ്ഞു വരികയാണെ. എന്നിട്ട് ഈ അപ്പൂപ്പനോട് ചോദിച്ചു, ഇനി എന്താണ് അപ്പൂപ്പൻ ഇനി ജീവിതത്തിൽ ബാക്കിയുള്ളതെന്ന് ചോദിച്ചപ്പോ അപ്പൂപ്പൻ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, മക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും എന്നെ നോക്കാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാനിടയായി. പാലക്കാടൊക്കെയാണ്, കുറെ വർഷങ്ങൾക്ക് മുന്നേ. പക്ഷെ അന്നേ പോലീസുകാരെ ഇത് കുടുംബ പ്രശ്നമല്ലേ, ഇതൊന്നും കേസാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന കളക്ടറെ ഈ പറയുന്ന ദൃഷ്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇനി മക്കൾക്കൊന്നും അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് പോരാൻ സാഹചര്യം ഇല്ലാത്ത പോലെ ഇനി നമുക്ക് പുതിയൊരു നിയമം വരികയാണ്. മക്കൾക്കെതിരെ അച്ഛനമ്മമാർക്ക് കേസ് കൊടുക്കാം എന്ന് പറയുന്ന പുതിയൊരു റൂള് വരികയാണ്. ചിലപ്പോ ഈ ദൃഷ്ടിയൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും, കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. എങ്കിലും ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടറുടെ നേതൃത്വത്തില് ഈ 96 വയസ്സുള്ള അപ്പൂപ്പൻ ഈ പറയുന്ന തിരൂര് നേരിട്ട് ജില്ലാ പോലീസ് മേധാവിയെ കണ്ടിട്ട് ആ കേസ് കൊടുക്കുകയും മക്കൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു ഇന്നലെ, കേട്ടോ. അപ്പോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ദൃഷ്ടി എന്നുള്ള പദ്ധതി അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓർമ്മ വന്നപ്പോ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, കേട്ടോ. അപ്പൊ പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് അറിയിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഇത് ദൃഷ്ടി എന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൂപ്പൻ എന്നുള്ള 96 വയസ്സ് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കുന്നല്ല, ആള് ഭയങ്കര അടിപൊളിയാണ്. യെസ്, ആളെ കാണേണ്ട ഒരു മുതൽ തന്നെയാണ്. 96 വയസ്സായിട്ടുണ്ടെന്ന് കണ്ടാ പറയൂല, എല്ലാരെയും പോയിട്ട് തോണ്ടിയിട്ടും പിടിച്ചിട്ടും തല്ലിയിട്ടും കുത്തിയിട്ടും ഒക്കെ ചെറിയ കുഞ്ഞു പിള്ളേരോട് കുസൃതി കാണിക്കുന്ന പോലെയുള്ള ഒരു അപ്പൂപ്പനാണ്. അപ്പോ ദൃഷ്ടി പദ്ധതി പഠിച്ചു കേട്ടോ. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് അറിയിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ദൃഷ്ടി എന്ന് നോട്ട് ചെയ്ത് വെക്കാം, കേട്ടോ. അപ്പൊ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസ്. നവജാത ശിശുക്കളിലെ ഗുരുതര രോഗം ആരോഗ്യ പ്രശ്നങ്ങൾ പരിരക്ഷ ഉറപ്പാക്കുന്നതിന്, അതായത് ഗുരുതര രോഗങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പരിപാടിയാണ് നിയോ ക്രാഡിൽ എന്ന് നോട്ട് ചെയ്ത്.
കേട്ടോ, നിയോ ക്രാഡിൽ. തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിന് കേരള വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതിയുടെ പേര് നിലാവ്. തെരുവ് വിളക്കുകളൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടാലും നോക്കിയേ നിലാവത്തിറങ്ങി നടക്കുന്ന പോലെ ഉണ്ടാവില്ലേ അല്ലെ? തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിന് കേരള വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് നിലാവ് എന്ന് പഠിച്ചു. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ, വികലാംഗർ എന്നിനി പറയാൻ പറ്റൂല എന്ന് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചു. ഭിന്നശേഷി എന്ന് ഇനി പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഭിന്നശേഷി കോർപ്പറേഷൻ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതി യുവാക്കൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതി കാഴ്ച. ഓക്കെ, കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷനുകൾ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതി യുവാക്കൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിയുടെ പേര് കാഴ്ച എന്ന് വെച്ചു. ഓക്കെ, തെരുവിളക്കുകൾ LED ആക്കി മാറ്റുന്നതിന് കേരള വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിലാവ് എന്നും പഠിച്ചു നോക്കാം. നിലാവ്. തെരുവിളക്കുകൾ LED ആക്കി മാറ്റുന്നതിന് കേരള വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതിയുടെ പേര് നിലാവ്. യെസ്, കേരള വികലാംഗ അല്ലെങ്കിൽ ഇപ്പോ ഭിന്നശേഷി കോർപ്പറേഷൻ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതി യുവാക്കൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിയുടെ പേര് കാഴ്ച എന്നും നോട്ട് ചെയ്ത്. കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും പരിക്ക് പറ്റിയവർക്കുമായിട്ടുള്ള കേരള സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതിയുടെ പേര് ജീവനം എന്ന് പഠിച്ചു. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും അല്ലെങ്കിൽ പരിക്ക് പറ്റിയവർക്കും കേരള സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതിയാണ് ജീവനം എന്ന് പഠിച്ചു കേട്ടോ. അപ്പൊ കുറ്റകൃത്യത്തിൽ ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഒരു ജീവനമാണ് ഈ പറയുന്ന പദ്ധതി കേട്ടോ. ജീവനം അവർക്ക് പിന്നെ ജീവിക്കാനുള്ള ഒരു പദ്ധതിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ലക്ഷമീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സമഗ്ര കോളനി നവീകരണ പദ്ധതി വന്നു. ന്യൂ ലൈഫ് എന്നുള്ളതാണ് അതിന്റെ പേര്. ന്യൂ ലൈഫ്. ഇന്നത്തെ ക്ലാസ്സിൽ റിവിഷൻ വളരെ അർജന്റ് ആണ്, നിർബന്ധമുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. നോക്കണ്ടേ? യെസ്, അപ്പൊ എല്ലായിടത്തും തെരുവിളക്കുകളൊക്കെ എന്തായി കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ നിലാവ് അല്ലെ. തെരുവിളക്കുകൾ LED ആക്കി മാറ്റാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് നിലാവ് എന്ന് വിളിച്ചു. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷനുകൾ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതി യുവാക്കൾക്ക് കാഴ്ച കൊടുക്കുന്നു. ഏത്? യെസ്, അവരുടെ കാഴ്ച എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെയൊക്കെ കാഴ്ച എന്ന് പറയുന്നത് അവരുടെ ഫോണാണ് അല്ലെ. യെസ്, പണ്ടൊക്കെ ഒരു 5-6 കൊല്ലം മുന്നേ ഒക്കെ നമ്മൾ ഭിന്നശേഷിക്കാരെടുത്ത് പോകുന്ന സമയത്തെ വീടിന്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ കാലാകാലം നിലനിൽക്കുക എന്നല്ലാതെ ഒരു ബന്ധങ്ങളോ ഒരു സുഹൃത്തുക്കളോ ഒന്നുമില്ലായിരുന്നു. ഇപ്പോ ഓരോരുത്തരെയൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ പിന്നെ പഴയ നമ്മളെ ഒന്നും വേണ്ടാത്ത അവസ്ഥയാണ്. ഫുൾ സോഷ്യൽ മീഡിയയിലെ അങ്ങോളം ഇങ്ങോളം നമ്മൾ എങ്ങോട്ട് പിന്നെന്താണ് വല്ല കൊച്ചിയിലേക്കൊക്കെ പോകുന്ന സ്റ്റാറ്റസ് കിട്ടി കഴിഞ്ഞാൽ ഭിന്നശേഷിയിലെ പഴയ സുഹൃത്തുക്കളൊക്കെ പറയും അവിടെ നമ്മളെ 3-4 ചങ്കുകൾ ഉണ്ട് എന്നാ പറയാ. കാരണം അത്രയും പരിചയമായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പിള്ളേർക്ക്. യെസ്, ഓക്കെ. അപ്പോ അത് എന്ത് ചെയ്യാ, ഈ പറയുന്ന സ്മാർട്ട് ഫോൺ വഴിയാണ്. ഇനിയും അതില്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന പരിപാടിയാണ് എന്ത് കാഴ്ച എന്ന് നോട്ട് ചെയ്ത് കേട്ടോ. കാഴ്ച. അപ്പൊ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും പരിക്ക് പറ്റിയവർക്കുമുള്ള കേരള സർക്കാരിന്റെ സ്വയം തൊഴിൽ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സ്വയം തൊഴിൽ പരിപാടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവനം എന്ന് പഠിച്ചു കേട്ടോ. ജീവനമാണ് പഠിച്ചു വെക്കാം. അപ്പൊ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ഏതാ? ആശ്വാസ് അല്ലെ. നവജാത ശിശുക്കളിലെ ഗുരുതര രോഗങ്ങൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കല്ലേ നിയോ ക്രാഡിൽ എന്ന് പഠിച്ചു കേട്ടോ. നിയോ ക്രാഡിൽ എന്ന് പഠിച്ചു നോക്കാം. പിന്നെ പൊതുജനങ്ങൾക്ക് പോലീസ് മേധാവിയെ നേരിട്ട് പരാതി അറിയിക്കാനുള്ള പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് പോലീസ് മേധാവിയെ പരാതി അറിയിക്കാനുള്ള പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃഷ്ടി എന്ന് പഠിച്ചു നോക്കാം അല്ലെ. തെരുവിളക്കിന്റെ നിലാവേ, കാഴ്ച, ആശ്രിതർക്ക് ജീവനം, ന്യൂ ലൈഫ്. തിരുവനന്തപുരം ജില്ലയിലെ ലക്ഷം വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ സമഗ്ര കോളനി നവീകരണ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ ലൈഫ്. അതും കിട്ടൂല്ലേ. ഓക്കെ. ശബ്ദ മലിനീകരണം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ഡെസിബൽ. ഡെസിബൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ശബ്ദമാണ് എന്നുള്ളത് മനസ്സിലേക്ക് വരും അല്ലെ. അപ്പോ
ശബ്ദ മലിനീകരണം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പും എൻഫോഴ്സ്മെന്റ് RTOയും നേതൃത്വത്തിൽ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഡെസിബൽ എന്ന് പഠിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ പ്രവാഹ്. നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വെള്ളം കൃത്യമായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതി. ഇനി വാട്ടർ ബെല്ല് ഉണ്ടെന്ന് പറഞ്ഞ് ശിവൻകുട്ടിയുടെ ഒരു വാർത്ത ഇന്നലെ കണ്ടായിരുന്നോ? അല്ലെ, നല്ല ചൂടല്ലേ ഇപ്പൊ എല്ലായിടത്തും, കേരളത്തിൽ എല്ലായിടത്തും തന്നെയല്ലേ അവസ്ഥ. നമ്മൾ ഈ ജോലി ചെയ്തോണ്ടേ, ഓൺലൈൻ ജോലി ചെയ്തുകൊണ്ട് പുറത്തിറങ്ങാൻ വളരെ കുറവാണ്. പക്ഷെ എപ്പോഴെങ്ങാനും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മോ എന്ത് ചൂടാ, എല്ലായിടത്തും തന്നെയാണ് അവസ്ഥ. അപ്പൊ വാട്ടർ ബെല്ല് വരുന്നുണ്ട്, വെള്ളം കുടിക്കാൻ വേണ്ടി ബെല്ല് വരുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ വെള്ളം കൃത്യമായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഇത് വാട്ടർ ബെല്ല്. കേട്ടോ? യെസ്, നോട്ട് ചെയ്ത് വെക്കാം. ഓപ്പറേഷൻ പ്രവാഹം എന്താണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ പ്രവാഹ് എന്ന് പഠിച്ചു. വാട്ടർ ബെല്ല്. അപ്പൊ തെരുവിളക്കുകൾ LED ആക്കി മാറ്റുന്നതിന് കേരള വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? തെരുവിളക്കുകൾ LED ആക്കി മാറ്റുന്നതിന് കേരള വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതി നിലാവാണ് എന്ന് പഠിച്ചു വെക്കാം അല്ലെ. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷനുകൾ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതി യുവാക്കൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിയുടെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിയുടെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഴ്ചയാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, കാഴ്ച. കിടപ്പ് രോഗികൾ, അശരണർ ഉൾപ്പെടെ പൊതുജനങ്ങൾക്കായി വിവിധ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വാതിൽപ്പടി. കിടപ്പലായ രോഗികൾക്ക് അക്ഷയ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അശരണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തമായിട്ട് പോയിട്ട് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. ഈ പറയുന്ന പോലെ കൂടെ ഒരാളില്ലെങ്കിൽ പോയി ഈ പറയുന്ന അപ്ലിക്കേഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സേവനങ്ങളെല്ലാം വീട്ടിലെത്തിക്കുന്നു കേട്ടോ. വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വാതിൽപ്പടി സേവനം എന്നോട് ചെയ്തത്. ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി സുഭിക്ഷ ഹോട്ടൽ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരളത്തിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരുന്ന ജില്ലകൾ. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇടുക്കിയും വയനാടും അല്ലെ. ഇടുക്കിയും വയനാടും. അപ്പൊ കിടപ്പ് രോഗികൾ, അശരണർ തുടങ്ങിയ പൊതുജനങ്ങൾക്കായി വിവിധ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും വീട്ടുപടിക്കൽ എത്തിക്കുന്ന പദ്ധതിയാണ് കേട്ടോ വാതിൽപ്പടി സേവനം. ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ നിരക്കിൽ മിതമായ വിലയിൽ നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുഭിക്ഷ ഹോട്ടൽ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ജോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരുന്ന ജില്ലകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി, വയനാട് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഇങ്ങനെ കുറെ പദ്ധതികൾ പഠിക്കുന്ന സമയത്ത് മനസ്സിൽ തോന്നിയ ഒരു പദ്ധതി പറയട്ടെ. അതായത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഈ അക്കാദമിക് ഇയർ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ജൂണിൽ സ്കൂൾ തുറക്കും അല്ലെ. വീട്ടിൽ നിത്യ രോഗികൾ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ, ക്യാൻസർ രോഗികൾ ഉണ്ടെങ്കിൽ, ഒരുവിധം ഏത് സാമ്പത്തികാവസ്ഥയിലുള്ള കുടുംബമാണെങ്കിലും എന്താണ് പറയാ, പിന്നെ ദൈനംദിന ജീവിതത്തിന് വരെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ട ഒരു ദുരിതമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക വീട്ടിൽ രോഗികൾ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ആളുകള് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പച്ചവെള്ളത്തെ അറിയിക്കാമോ? ആ കുട്ടികൾക്ക് ഈ പറയുന്ന ജൂണിൽ എന്തൊക്കെയാണോ അത്യാവശ്യം വേണ്ടത്, ബുക്കുകളും പേനകളും പെൻസിലുകളും ബോക്സുകളും, അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരു സ്റ്റഡി കിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പച്ചവെള്ളത്തിന്റെ പേരിൽ കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും അതിലേക്ക് സഹായിക്കുകയാണെങ്കിൽ ആ സഹായം കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് പറ്റുന്നത്രയും പരമാവധി ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഇപ്പോ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അല്ലെ. ഒന്ന് പറഞ്ഞേ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആളുകളില്ലേ? നിങ്ങളെ ജില്ലയൊന്ന് കമന്റ് ചെയ്തേ, നിങ്ങളുടെ ജില്ലകളൊന്ന് കമന്റ് ചെയ്തേ. ഞാൻ കുറെ ആയിട്ട് വിചാരിക്കുന്നതാണ്, ഇക്കൊല്ലം എന്തായാലും ചെയ്യണം നമുക്ക് കേട്ടോ. കാരണം പച്ചവെള്ളം സ്വതന്ത്രമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, നിങ്ങളുടെ ജില്ലകളൊന്ന് കമന്റ് ചെയ്തേ. നിങ്ങളെ വീടിനടുത്തോ നിങ്ങളുടെ തൊട്ട അയൽവാസിയായിട്ടോ ഇനി നിങ്ങളുടെ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പച്ചവെള്ളത്തെ അറിയിക്കുക.
അത് എത്രത്തോളം വരുന്നു അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം പച്ചവെള്ളം തന്നെ ചെയ്യും. ഇല്ലാത്തത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അത് കൊള്ള ആളുകൾ സഹായിക്കാൻ റെഡി ആണെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ പച്ചവെള്ളം വഴിയോ നമുക്ക് ചെയ്യാം. യെസ്, ഓക്കെ. കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്, കാസർഗോഡുണ്ട്, തൃശ്ശൂരുണ്ട്. ഇനി ഇതിലില്ലാത്ത ജില്ലയുണ്ടോ? കൊല്ലമുണ്ട്. യെസ്, തൃശ്ശൂര്. കോട്ടയം വന്നു. അപ്പൊ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുവിധം ആളുകൾ, ഇടുക്കി ഉണ്ട് അല്ലെ, ഇവിടെ ആളുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, നിങ്ങളും ഈ ഉദ്യമത്തിൽ പങ്കെടുക്കുക. നമുക്ക് അതിനൊരു പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കാം. അപ്പൊ ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് അപ്പൊ ആലോചിക്കും. അപ്പൊ അതിനുള്ള വഴി ദൈവം കണ്ടു തരുമായിരിക്കും കേട്ടോ. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യണം. നിങ്ങൾ ഉണ്ടാവില്ലേ കൂടെ, കട്ടയ്ക്ക് കൂടെ ഉണ്ടാവില്ലേ? നമ്മളിങ്ങനെ ജീവിച്ച് മരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ്ടേ? ചിലർ ജോലി കിട്ടിയിട്ട് ചെയ്യാം. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ജോലി കിട്ടും, ജോലി വഴിയെ കിട്ടിക്കോളും. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ കേട്ടോ. യെസ്, അപ്പൊ ഉണ്ടാവുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവാണേ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വാതിൽപ്പടി ഒക്കെയാണ്, സുഭിക്ഷ ഹോട്ടൽ ഒക്കെയാണ്, ഇടുക്കി, വയനാട് കേട്ടോ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരുന്നത് എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയിലും വയനാട്ടിലുമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത്. ഓക്കെ, യെസ്. അപ്പോ റിവിഷൻ ഇതിൽ അത്യാവശ്യമാണ്. അത്രയല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് റിവിഷൻ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. രാത്രി കാലങ്ങളിൽ രോഗപരിചരണം ആവശ്യമുള്ളവർക്ക് അവർക്കരികിലെത്തി രോഗ ശുശ്രൂഷ നൽകുന്നതിനായിട്ട് പാതിരാവിലും പരിരക്ഷാ പദ്ധതി ആരംഭിച്ച നഗരസഭയാണ് പൊന്നാനി നഗരസഭ, മലപ്പുറം. രാത്രികാലങ്ങളിൽ നമുക്കറിയുന്ന റൈഹാനത്തെ ഉണ്ട്. അയാള് ഡിവോഴ്സ്ഡ് ആണ്. വീട്ടിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, മക്കളൊന്നുമില്ല. ആള് ഈ ജോലി ചെയ്യുന്ന ആളാന്ന് പറഞ്ഞാൽ പൈസക്കൊന്നല്ല കേട്ടോ. എവിടെയെങ്കിലും ഇവിടെ MES മെഡിക്കൽ കോളേജില് ഇതുപോലെ ആരോരും ഇല്ലാത്ത രോഗികളുണ്ട്. സ്ത്രീ പരിചരണം ആവശ്യമുണ്ടെങ്കിൽ പുരുഷന്മാരെ ചിലപ്പോൾ അവിടുത്തെ ഇവിടുന്നൊക്കെ സഹായിക്കാനൊക്കെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള രാത്രി ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആളുകളെ കിട്ടും. പക്ഷെ സ്ത്രീകൾക്ക് ആവശ്യമായുള്ള കെയർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ട് ആളുകളെ കിട്ടും. അപ്പൊ രാത്രി കാലങ്ങളിൽ റയാനിത്ത നമ്മളൊക്കെ എന്താണ്, നമ്മളെയൊക്കെ ഒരു മെയിൻ ആളായിട്ട് കാണുന്ന ആളാണ്. ആള് ഇതുപോലെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടൊന്നുമില്ല, പദ്ധതിയുടെ ഭാഗമൊന്നുമില്ല. പാതിരാവിലും പരിരക്ഷ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പൊന്നാനി നഗരസഭയാണ്, മലപ്പുറം ജില്ലയിലാണ് എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ രാത്രികാലങ്ങളിൽ രോഗപരിചരണം ആവശ്യമുള്ളവർക്ക് അവരുടെ അരികിലെത്തി രോഗ ശുശ്രൂഷ നൽകുന്നതിനായിട്ട് പാതിരാവിലും പരിരക്ഷാ പദ്ധതി നഗരസഭ, പൊന്നാനി നഗരസഭയിലാണ് ആരംഭിച്ചത് എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, പൊതുജനങ്ങൾക്ക് കളക്ടറേറ്റിൽ നേരിട്ട് വരാതെ വീട്ടിലിരുന്ന് പരാതി സമർപ്പിക്കുന്നതിനായിട്ട് മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ പദ്ധതി ആരംഭിച്ചത് കോഴിക്കോട്. ഓക്കെ, മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? കോഴിക്കോട്. പാതിരാവിലും പരിരക്ഷ ആരംഭിച്ചത് മലപ്പുറത്ത്. പൊതുജനങ്ങൾക്ക് കളക്ടറേറ്റിൽ നേരിട്ട് വരാതെ വീട്ടിലിരുന്ന് പരാതികൾ സമർപ്പിക്കാനുള്ള മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്. വിധവകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനുമായിട്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും വനിതാ സംരക്ഷണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ട് എന്ന് പഠിച്ചു കേട്ടോ. കൂട്ട്. വിധവകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനുമായിട്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും വനിതാ സംരക്ഷണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് കൂട്ട്. മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ പദ്ധതി ആരംഭിച്ചത് കോഴിക്കോട്. പാതിരാവിലും പരിരക്ഷ പദ്ധതി ആരംഭിച്ചത് പൊന്നാനിയാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. പൊന്നാനി എവിടെ? മലപ്പുറം ജില്ലയിൽ കേട്ടോ, നഗരസഭയിലാണ് ആരംഭിച്ചത്. അപ്പൊ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രാത്രികാലം അത് വേണ്ട, ശബ്ദമലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി, അതിന്റെ പേരെന്താ? ശബ്ദമലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേരെന്താണ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഡെസിബൽ എന്ന് പഠിച്ചു അല്ലെ. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ വെള്ളം കൃത്യമായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഏതാണ് എന്ന് വെച്ചാൽ വെള്ളം കൃത്യമായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ബെൽ എന്ന് പഠിച്ചു കേട്ടോ. ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? യെസ്, ഏതാണ്? സുഭിക്ഷ ഹോട്ടൽ. ഹോട്ടലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്
ഇതേപോലെ ചില ഹോട്ടലിനൊക്കെ മുന്നിൽ ഉണ്ടാവില്ലേ ചില പൂപ്പന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ ഹോട്ടലുകാർക്ക് സ്ഥിരമായിട്ട് വരുമ്പോൾ മടിയായിരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. 1-2 പ്രാവശ്യം ഹോട്ടലുകാർ കൊടുക്കും. സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പറയുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഹോട്ടലുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പച്ചവെള്ളത്തിന് അത് പരിഹരിക്കാം കേട്ടോ. ഇപ്പൊ നിലവില് നമ്മൾ ഈ പരിപാടി നമ്മൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-25ഓളം ഹോട്ടലുകളായിട്ട് നമുക്ക് 24 ഹോട്ടലുകളായിട്ട് ഇപ്പൊ നമുക്ക് ടൈപ്പ് ഉണ്ട്. മീൻസ് അവിടെ ആരെങ്കിലൊക്കെ ഇതുപോലെ അശരണരായ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലുകാർക്ക് അന്നേ ദിവസത്തെ സാഹചര്യത്തിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവർ നമ്മൾ വിളിക്കാറുണ്ട്. അത് നമ്മൾ പണ്ട് അക്കാഡമിയിൽ ഉള്ള സമയത്ത് നമ്മൾ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇപ്പോഴും റയർ ആയിട്ടൊക്കെ കോളുകൾ വരാറുണ്ട്. ആരെങ്കിലൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിൽ കേട്ടോ. അപ്പൊ ഭക്ഷണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അതില്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യണം കേട്ടോ. യെസ്, നിങ്ങളുണ്ടെങ്കിൽ ഒരു എനർജിയാണ്. അപ്പൊ സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ മാതൃകവചം കേട്ടോ. അപ്പൊ സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മാതൃകവചം എന്ന്. പഴയ പദ്ധതിയാണ്, എന്നാലും ഓർത്തു വെക്കേണ്ട പദ്ധതിയാണ് മാതൃകവചം. അപ്പൊ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതി ഏതായിരുന്നു? ഓപ്പറേഷൻ പ്രവാഹ് അല്ലെ, ഓപ്പറേഷൻ പ്രവാഹ് എന്ന് പഠിച്ചു. കുറ്റകൃത്യത്തിനിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും പരിക്ക് പറ്റിയവർക്കും കേരള സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതിയുടെ പേര് ജീവനം കേട്ടോ. കിട്ടണം, നമ്മൾ ഇങ്ങനെ ഓരോന്ന് പോകുമ്പോഴും ബാക്കിലുള്ളത് കിട്ടണം കേട്ടോ. ഓക്കെ. കിടപ്പ് രോഗികൾ, അശരണർ ഇവരുടെ സർവീസ് നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് വാതിൽപ്പടി സേവനം എന്ന് പഠിച്ചു വെക്കാം അല്ലെ. പൊതുജനങ്ങൾക്ക് കളക്ടറേറ്റിൽ പോകാതെ നേരിട്ട് പരാതി സമർപ്പിക്കുന്നതിനായിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇനി സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന സഹായ പദ്ധതിയുടെ പേര് സഹജീവനം എന്ന് നോട്ട് ചെയ്തു. സഹജീവനം സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് സഹജീവനം എന്ന് പഠിച്ചു. ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് മാതൃകവചം എന്ന് പഠിച്ചു. വൈദ്യുതി ലൈനുകളിലെ അപകടസ്ഥിതി പരിഹരിക്കുന്നതിന് പൊതുജന പങ്കാളിത്തത്തോടെ KCB ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ശുദ്ധി. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. ഓപ്പറേഷൻസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. പദ്ധതികൾ പലതും ഓപ്പറേഷന്റെ ഭാഗമായിട്ടും കൂടി വരും അല്ലെ. ഓപ്പറേഷൻ ശുദ്ധി KCB ഓർമ്മയില്ലേ? യെസ്. നല്ല ഓലമടലോ അതൊക്കെ വീണ് കഴിഞ്ഞാൽ KCB വിളിച്ചറിയിക്കുക. ഓപ്പറേഷൻ ശുദ്ധി നാട്ടുകാരുടെ പൊതുജന പങ്കാളിത്തത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി എന്ന് നോട്ട് ചെയ്തു. ഓക്കെ. യെസ്. ഇനി നിങ്ങൾക്ക് കിട്ടരുതേ എന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കട്ടെ, കിട്ടുന്നുണ്ടോ നോക്കണേ. അങ്ങനെ ഒരു ചോദ്യം ഇല്ല. ഹേ, നിലാവ് കിട്ടൂലേ, കാഴ്ച കിട്ടൂലേ, നിയോഗ്രാഡിൽ കിട്ടൂലേ, ആശ്വാസ് കിട്ടൂലേ, വാട്ടർ ബെല്ല് കിട്ടൂലേ, ഡെസിബെല് കിട്ടൂലേ, പ്രവാഹ് കിട്ടൂലേ, പിന്നെന്താ വാതിൽപ്പടി കിട്ടൂലേ, സുഭിക്ഷ ഹോട്ടൽ കിട്ടൂലേ, ഓക്കെ, പാതിരാവിലും പരിരക്ഷ കിട്ടൂലേ, മീറ്റ് യുവർ ഓൺ കളക്ടർ ഓൺ കോൾ കിട്ടൂലേ. വിധവകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും ജില്ലാ ഭരണകൂടത്തിന്റെയും വനിതാ സംരക്ഷണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാ? കിട്ടാതിരിക്കുകയാണെ അതേ കിട്ടാതിരിക്കുള്ളൂ. ഏതാ? വിധവകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനുമായിട്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും വനിതാ സംരക്ഷണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് കൂട്ട് കേട്ടോ, കൂട്ട്. അപ്പൊ സംസ്ഥാനത്തെ ഗർഭിണികൾക്ക് കോവിഡ് വാക്സിൻ കൊടുക്കുന്ന മാതൃകവചം, സഹജീവനം, കുടുംബങ്ങൾക്ക് ഓപ്പറേഷൻ ശുദ്ധി, അതും പഠിച്ചു. കാസർഗോഡ് ജില്ലയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ടൂറിസം പദ്ധതി ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ്, ദ ഗേറ്റ് വേ ടു ദി ഗോഡ്സ് ഓൺ കൺട്രി. ഓക്കെ, ഗേറ്റ് വേ ടു ദി ഗോഡ്സ് ഓൺ കൺട്രി, ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ് എന്നുള്ളതാണ് ടൂറിസം പ്രൊമോഷൻ പദ്ധതി. ഓക്കെ, അപ്പോ കാസർഗോഡ് ജില്ലയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ടൂറിസം പദ്ധതിയുടെ പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ്, ദ ഗേറ്റ് വേ ടു ദി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നോട്ട് ചെയ്തു. ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ്, ദ ഗേറ്റ് വേ ടു ദി ഗോഡ്സ് ഓൺ കൺട്രി.
കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർധരരായ വൃക്കരോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് കിഡ്സ് കാസർഗോഡ് ഇനീഷ്യേറ്റീവ് ഫോർ ഡയാലിസിസ് സപ്പോർട്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർധരരായ വൃക്കരോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് കിഡ്സ് കാസർഗോഡ് ഇനീഷ്യേറ്റീവ് ഫോർ ഡയാലിസിസ് സപ്പോർട്ട് എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ കാസർഗോഡ് ജില്ലയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ടൂറിസം പദ്ധതിയുടെ പേര് ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ് എന്ന് വിളിച്ചു വെക്കാം. ഗേറ്റ് വേ ടു ദി ഗോഡ്സ് ഓൺ കൺട്രി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർധരരായ വൃക്കരോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് കാസർഗോഡ് ഇനീഷ്യേറ്റീവ് ഫോർ ഡയാലിസിസ് സപ്പോർട്ട്. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭിക്കുന്നതിനായിട്ട് കേരള വികലാംഗക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് ശ്രവൺ എന്ന് വിളിച്ചു. ശ്രവൺ. ഓക്കെ, അപ്പൊ കാസർഗോഡ് ജില്ലയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ടൂറിസം പദ്ധതി ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ് ഗേറ്റ് വേ ടു ദി ഗോഡ്സ് ഓൺ കൺട്രി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർധരായ വൃക്കരോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതി കാസർഗോഡ് ഇനീഷ്യേറ്റീവ് ഫോർ ഡയാലിസിസ് സപ്പോർട്ട് കിഡ്സ്. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ നൽകുന്നതിനായിട്ട് കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ, അങ്ങനെ പറയാൻ പറ്റില്ല, ഇനി ഭിന്നശേഷി കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ശ്രവൺ എന്നും പഠിച്ചു. ഓക്കെ, ഓക്കെ ആണോ? ഇനി കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പദ്ധതി ഏതാ? അത് ശ്രുതി തരംഗമാണ് കേട്ടോ. ശ്രുതി തരംഗം. കോക്ലിയ മാറ്റിവെക്കാവുന്ന ചികിത്സാ സഹായ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പഠിച്ചു വെക്കാം. കേൾവി സഹായികൾ, ഈ പറയുന്ന ഇംപ്ലാന്റേഷൻ, ഈ ടൂൾസ് ഒക്കെ കണ്ടിട്ടില്ലേ അല്ലെ, ആ സഹായികൾ നൽകുന്നതിനായിട്ട് കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് ശ്രവൺ എന്നും നോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതൃകവചം എന്ന് പഠിച്ചു വെക്കാം അല്ലെ. അപ്പൊ മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ് എന്ന് പഠിച്ചു. ആയുർവേദ സമ്പ്രദായം അനുസരിച്ച് ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായിട്ട് ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാരീരം എന്ന് പഠിച്ചു. രാരീരം എന്ന് പറയുമ്പോ തന്നെ എന്താ, കുട്ടികളുടെ ഒരു ഓർമ്മ അവിടെ വരുമല്ലോ അല്ലെ. ആയുർവേദ സമ്പ്രദായം അനുസരിച്ച് ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായിട്ട് ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? രാരീരം. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് പ്രശാന്തി എന്ന്. പ്രശാന്തി. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? പ്രശാന്തി. ഇനി ചോദിക്കാൻ സാധ്യത കുറവാണ്. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഭക്ഷണ വിതരണ പദ്ധതി വിശപ്പ് രഹിത കേരളം. ഇതൊക്കെ നടക്കുന്നുണ്ടോ? മലപ്പുറത്ത് ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പരിപാടി വിശപ്പ് രഹിത കേരള അല്ല, അതിന്റെ ഫുഡ് ഓൺ വീൽസും അല്ല, എന്തായിരുന്നു പദ്ധതിയുടെ പേര് പണ്ടുണ്ടായിരുന്നേ? പണ്ടത്തെ കോൺഗ്രസ് സർക്കാർ ഉണ്ടായപ്പോ ഉണ്ടായിരുന്ന ബോക്സ് ആണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ എപ്പോഴും അതിനകത്ത് വെച്ച ഫുഡൊക്കെ അപ്പോഴും എപ്പോഴെപ്പോഴും ആരെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോകും. മീൻസ് ആവശ്യക്കാർ അത്രയുണ്ട്. യെസ്, അത് തീരുന്നില്ല. അപ്പൊ സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഭക്ഷണ വിതരണ പദ്ധതിയാണ് വിശപ്പ് രഹിത കേരളം എന്ന് നോട്ട് ചെയ്തു. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി. പിന്നെ രാരീരം, ആയുർവേദ സമ്പ്രദായം അനുസരിച്ച് ഗർഭിണികളുടെ പരിചരണം മറ്റൊക്കെ ആയിട്ട് രാരീരം എന്ന് നോട്ട് ചെയ്തു. അപ്പൊ മറക്കരുതേ, കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ, ഭിന്നശേഷി കോർപ്പറേഷൻ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതി യുവാക്കൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിയുടെ പേര് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? കാഴ്ച അല്ലെ. തെരുവിളക്കുകൾ LED ആക്കി മാറ്റുന്നതിനായിട്ട് വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതി നിലാവ്. കിട്ടും അല്ലെ. ഓക്കെ, പാതിരാവിലും പരിരക്ഷ എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പൊന്നാനി നഗരസഭ അല്ലെ? കിട്ടൂലേ? കിട്ടണം കേട്ടോ. അപ്പൊ കാസർഗോഡ് ജില്ലയിൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ടൂറിസം പദ്ധതിയുടെ പേര് ഗേറ്റ് വേ ടു ദി ഗോഡ്സ് ഓൺ കൺട്രി ലിറ്റിൽ ഇന്ത്യ അല്ലെ? കിട്ടണം. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൻഫോഴ്സ്മെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് റോഡ് അപകടങ്ങളും അനുബന്ധ മരണങ്ങളും കുറയ്ക്കുന്നതിന് ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെ പദ്ധതിയുടെ പേര് സേഫ് കേരള എന്ന് വിളിച്ചു. സേഫ് കേരള കേട്ടോ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൻഫോഴ്സ്മെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് റോഡ് അപകടങ്ങളും അനുബന്ധ മരണങ്ങളും കുറയ്ക്കുന്നതിനായിട്ട് ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് കേരള എന്നോട് ചെയ്തു. പട്ടികജാതി കുടുംബങ്ങൾക്കായി വീടുകൾ പുതുക്കിപ്പണിയാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് പട്ടികജാതി കുടുംബങ്ങൾക്കായിട്ട് വീടുകൾ പുതുക്കിപ്പണിയാനായിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതി സേഫ് സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെന്റ്. സേഫ് കേരള എന്തായിരുന്നു? റോഡ് അപകടങ്ങളും അനുബന്ധ മരണങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലെ? സേഫ് കേരള. ക്യാമറ മാത്രമല്ല, ജംഗ്ഷനുകളിലൊക്കെ പോലീസുകാർ മാമന്മാര് ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആരാണ് ഹെൽമെറ്റ് ഇടാതെ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതറിയാതെ ഇന്നലെ 500 കിട്ടി ജീവിതത്തിൽ ആദ്യമായിട്ട്. യെസ്, എന്തോ ഒരിതിന് ജംഗ്ഷനിലേക്കൊന്നും പോലെ ഈ കവലയിലൊക്കെ നമ്മൾ നാട്ടുപുറത്ത് ഇങ്ങനെ കറങ്ങുന്ന സമയത്തൊന്നും പോലീസുകാർ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. എപ്പോഴും ഈ ഹെൽമെറ്റ് താങ്ങി നടക്കൂലല്ലോ നമ്മൾ, അല്ലെ? നമ്മൾ മലയാളികൾ. യെസ്, എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു, 500 അടിച്ചു. ഏതായാലും നല്ലതിനാണ്, തീർച്ചയായിട്ടും സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ അത് നമ്മൾ സ്വീകരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ഹെൽമെറ്റ് ധരിക്കുക കേട്ടോ. അപ്പൊ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇത് എന്താണ്? പിന്നെ ബോധവൽക്കരണ പരിപാടിയാണ്, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് പദ്ധതിയാണ് സേഫ് കേരള എന്ന്. പട്ടികജാതി കുടുംബങ്ങൾക്കായി വീടുകൾ പുതുക്കി പണിയുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, അത് സേഫ് ആണ്, സെക്യൂർ അക്കോമഡേഷൻ ഫെസിലിറ്റി എൻഹാൻസ്മെന്റ് എന്ന്. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായിട്ട് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ബാലകേരളം എന്ന് വിളിച്ചു. അത് ഇമ്പോർട്ടന്റ് ആണ്, ബാലകേരളം. കുട്ടികളിൽ ശാസ്ത്ര അവബോധവും യുക്തിബോധവും വളർത്തുന്നതിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ബാലകേരളം എന്ന് വിളിച്ചു. ബാലകേരളം. ഓക്കെ, അപ്പൊ അത്രയായി കഴിഞ്ഞാല് ഇവിടെ ഞാൻ ഒരു 5 മാർക്കിന്റെ റിട്ടൺ ടെസ്റ്റ് നടത്താം. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചതിനകത്ത് ഇത്രയും നമ്മൾ പഠിച്ചു. ഇത്രയും പഠിച്ചതിനകത്ത് ഒരു 5 ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം 8:45 മുതൽ അടുത്ത 15 മിനിറ്റ് ഫ്രഷ് ആയിട്ട് പുതിയ ആളായിട്ട് പഴയതൊക്കെ ഓർമ്മ ഉണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് പുതിയ പോയിന്റുകൾ നമ്മൾ റിവിഷൻ ചെയ്ത് പഠിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഇത്രയും പഠിച്ചത് ഇവിടെ തീരുകയാണേ. നോക്കാം, ചോദിക്കട്ടെ, ഓർമ്മയുണ്ടോ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് അറിയിക്കുന്നതിനായിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേര്? കമന്റ് ചെയ്യാം. നേരിട്ട് ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുന്നതിനുള്ള പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൃഷ്ടി എന്ന് മനസ്സിലേക്ക് വന്ന ആളുകൾക്ക് 1 മാർക്ക് കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം, ശബ്ദ മലിനീകരണം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ആർടിയുടെ നേതൃത്വത്തിൽ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ഡെസിബൽ എന്ന് മനസ്സിലേക്ക് വന്ന ആളുകൾക്ക് ശരി ഉത്തരമായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കേരള ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഇത് യെസ്, ഏതൊക്കെയാ? ഇടുക്കിയും വയനാടുമാണ് എന്ന് പഠിച്ചു അല്ലെ? ഓക്കെ, ആയുർവേദ സമ്പ്രദായം അനുസരിച്ച് ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശുക്കൾ എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായിട്ട് ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ ചോദിച്ചേ?
രാരീരം എന്ന് നമ്മൾ പഠിച്ചു. ഇനി വൈദ്യുതി ലൈനുകളിലെ അപകടസ്ഥിതി പരിഹരിക്കുന്നതിന് പൊതുജന പങ്കാളിത്തത്തോടെ KECB ആരംഭിച്ച പരിപാടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ശുദ്ധി എന്നും നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും നേരം പഠിച്ചതിനകത്തുനിന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുള്ളവരാണോ നിങ്ങള്? കമന്റ് ചെയ്യോ. എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യോ. എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യോ. കിട്ടിയില്ലേ? 5-ൽ 5 കിട്ടിയില്ലേ? യെസ്. ഓക്കെ, ഇനി വേറെ വല്ല ചപ്പാത്തി തിരിച്ചിടാനോ മറിച്ചിടാനോ ഒക്കെ പോയ ആളുകളാണെങ്കിൽ ചിലപ്പോ 4 ആയിട്ടുണ്ടാവും അല്ലെ. ഇനി വേറെ മക്കളുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പണിയിലോ തിരക്കിലോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ യെസ് യൂത്തന്മാരാണെങ്കിൽ വല്ല ചെക്കന്മാരുടെ കൂടെ പുറത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോ എന്താണ് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. കൃത്യമായി ഇവിടെ ശ്രദ്ധിച്ച് വേണം വിചാരിച്ച് നോക്കിയവർക്കൊക്കെ 4-ഓ 5-ഓ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഉണ്ടാവൂലേ? ഉണ്ടാവും വിചാരിക്കുന്നു. കാരണം അത്രയും തവണ നമ്മളെ റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞതിനെ കുറിച്ച് ഇനി ജീവിതത്തിലോ ഇപ്പോഴോ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അത് എടുത്തു വെച്ചു, മറിച്ചു വെച്ചു. ഇനി നമ്മൾ ഫുൾ ഫ്രഷ് ക്ലാസ്സിലേക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും സ്വാഗതം. എന്താണ്, സുഖല്ലേ? എല്ലാവരും എത്തിയോ കേട്ടോ? അത് കഴിഞ്ഞു കേട്ടോ. മെമ്മറി കൺജസ്റ്റഡ് ആയിട്ടുണ്ടാവും. ഇല്ല, നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് വരികയാണ്. ഇപ്പൊ ഇനി പുതിയ പോയിന്റുകളാണ് നമ്മൾ ഇനി പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ലോകത്തിലെ വനാശ്രിത സമൂഹത്തിൽ, ലോകത്തിലല്ല കേട്ടോ, കേരളത്തിലെയാണ്. ലോകത്തിലെ വനാശ്രിത ഇല്ല, കേരളത്തിലെയാണ്. രാവിട്ടതാണ്. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് കതിർ. എന്താണ് കതിർ? വനാശ്രിത സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന സമൂഹം ഉണ്ടല്ലോ, കുറെ പേരുണ്ടല്ലോ അല്ലെ, ആദിവാസികൾ ഉൾപ്പെടെയുള്ള. അപ്പൊ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കതിർ എന്ന് വിളിച്ചു. കതിർ കേട്ടോ. വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് കതിർ എന്ന് വിളിച്ചു കേട്ടോ. കതിർ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് കതിർ എന്ന് വിളിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടപ്പാക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച സാംസ്കാരിക ബോധവൽക്കരണ വിദ്യാഭ്യാസ പരിപാടിയുടെ പേര് സമം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആവിഷ്കരിച്ച സാംസ്കാരിക ബോധവൽക്കരണ വിദ്യാഭ്യാസ പരിപാടിയാണ് സമം കേട്ടോ. ബോധവൽക്കരണ പരിപാടിയാണ്. വനാശ്രിതർ കതിർ കേട്ടോ. വനാശ്രിതർ കതിർ എന്ന് പഠിച്ചു വെക്കാം. ഇത് സമം. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ജനകീയ സഹകരണത്തോടെ മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയുടെ പേര് പ്രാണവായു എന്ന് പഠിച്ചു. ഈ പദ്ധതികളൊക്കെ എത്രയുണ്ടെങ്കിലും ഇതൊന്നും തികയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അല്ലെ. എത്ര പേർക്കാന്ന് വിചാരിച്ചാൽ എല്ലാവരും സഹായം ആവശ്യമുള്ളവർ തന്നെയായിരിക്കും. അത് പിന്നെ വേറെ വകുപ്പിലും നമുക്ക് വേണമെങ്കിൽ പറയാം. സാധനം വെറുതെ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ആവശ്യക്കാരായിരിക്കും. അതല്ല, യെസ്, അത് പറഞ്ഞപ്പോ യെസ്, നമ്മൾ പാലിയേറ്റീവിൽ ഈ പറയുന്ന ഫുഡ് കിറ്റ് കൊടുക്കാറുണ്ട് പാവപ്പെട്ടവർക്ക്, രോഗികളായ ആളുകൾക്ക്. അപ്പോ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്ത് എല്ലാവർക്കും ഫുഡ് കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ വലിയ പൈസക്കാരനായ ഒരാളുണ്ട്. അയാൾ ഇവിടെ ഒരു ഭാഗം തളർന്നിട്ട് ഫിസിയോതെറാപ്പിക്ക് വരുന്നുണ്ട്. ആള് രജിസ്റ്റേർഡ് ആണ്, നിയമപരമായ അയാൾക്ക് കിട്ടാൻ അവകാശമുണ്ട്. പക്ഷെ അയാൾ വേണ്ടാന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെ, അതായത് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങ് കിട്ടിക്കോട്ടെ എന്ന് പറയുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞത് സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ജനകീയ സഹകരണത്തോടെ മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് പ്രാണവായു. അപ്പോ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കതിർ എന്ന് പഠിച്ചു പോകാം. കതിർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച സാംസ്കാരിക ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സമം എന്നും പഠിച്ചു കേട്ടോ. അപ്പൊ ഇത് മലപ്പുറത്ത് ആരംഭിച്ചത് പ്രാണവായു എന്ന് പഠിച്ചു.
1 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് പുരപ്പുര സൗരോർജ പദ്ധതി. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഞാൻ വിചാരിച്ചു കേരളത്തിൽ 1 കോടി ആളുകൾക്കോ. ഇന്ത്യൻ പരിപാടിയാണ് കേട്ടോ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 1 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്ന പുരപ്പുറത്ത് കേട്ടോ, പുരപ്പുറ സൗരോർജ പദ്ധതി മുഫ്ത് ബിജ്ലി യോജന അല്ലെ, മുഫ്ത് ബിജ്ലി യോജന. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന സമഗ്ര പദ്ധതിയാണ് കെയർ. ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓർമ്മത്തോടി ഡിമെൻഷ്യ സൗഹൃദ കേരളം. ഇത് എന്താണെന്ന് അറിഞ്ഞൂടാ, ഒന്ന് ബ്രാക്കറ്റിൽ നോട്ട് ചെയ്ത് വെച്ച്, ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു, മനസ്സ് പറയുന്നു. അപ്പൊ ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ രൂപീകരിച്ച പദ്ധതിയുടെ പേര് ഓർമ്മത്തോടി. ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓർമ്മത്തോടി കേട്ടോ. യെസ്. അപ്പോ 1 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് പുരപ്പുറ സൗരോർജ പദ്ധതി, അതിന്റെ പേരെന്താണ്? PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ എന്ന് പഠിച്ചു വെക്കാം. ഓർമ്മത്തോണി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതായിരുന്നു പറഞ്ഞേ? തൊട്ട് മുമ്പത്തെ പേജിൽ പഠിച്ച് ബാക്കിലുള്ള നമ്മൾ സെറ്റാക്കി വെച്ചാണ്, അതിനെയും നോക്കുന്നില്ല നമ്മൾ കേട്ടോ. കതിർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സാംസ്കാരിക ബോധവൽക്കരണ വിദ്യാഭ്യാസ പരിപാടിയുടെ പേര് സമം എന്ന് പഠിച്ചു അല്ലെ. പിന്നെ കെയറും ഓർമ്മത്തോണിയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതും സെറ്റാണ്. ഇനി ടൂറിസം പദ്ധതികൾ. ഓക്കെ. വിനോദസഞ്ചാരികൾക്കായി വൃത്തിയുള്ളതും പ്രകൃതിയോട് ഇണങ്ങുന്നതുമായ കാരവൻ പാർക്കുകൾ ഒരുക്കി ടൂറിസം മേഖലയെ പുനരുജ്ജീവിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി കാരവൻ ടൂറിസം. ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗമൺ ആണെന്നാണ് എന്റെ ഓർമ്മ അല്ലെ. ഓക്കെ, വാഗമൺ അല്ലെ, എന്റെ ഓർമ്മ ശരിയല്ലേ? പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ ടൂറിസത്തിനും പ്രാധാന്യം നൽകി ടൂറിസത്തിന്റെ വൈവിധ്യങ്ങൾ അനുഭവിച്ചറിയുന്നതിനായിട്ട് കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ പദ്ധതി സ്ട്രീറ്റ്. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ ടൂറിസത്തിനും പ്രാധാന്യം നൽകി ടൂറിസത്തിന്റെ വൈവിധ്യങ്ങൾ അനുഭവിച്ചറിയുന്നതിനായിട്ട് കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ പദ്ധതി സ്ട്രീറ്റ് എന്ന്. അപ്പൊ വിനോദസഞ്ചാരികൾക്കായിട്ട് വൃത്തിയുള്ളതും പ്രകൃതിയോട് ഇണങ്ങുന്നതുമായ കാരവൻ പാർക്കുകൾ ഒരുക്കി ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് കാരവൻ ടൂറിസം. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ ടൂറിസത്തിനും പ്രാധാന്യം നൽകി ടൂറിസത്തിന്റെ വൈവിധ്യങ്ങൾ അനുഭവിച്ചറിയുന്നതിനായിട്ട് കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്ട്രീറ്റ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? സ്ട്രീറ്റ്. ഓക്കെ, യെസ്. അപ്പോ ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ഓർമ്മത്തോണി എന്ന് വിളിച്ചു കേട്ടോ. ഓർമ്മത്തോണി. യെസ്, ഓർമ്മത്തോണി എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. പിന്നെ 1 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് പുരപ്പുറ സൗരോർജ പദ്ധതി വന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പോയിന്റ് പഠിച്ചു. കോവിഡാനന്തര ടൂറിസം മേഖലയുടെ അതിജീവനത്തിന്റെ ഭാഗമായി കേരളത്തിലെ പ്രധാന 20 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗതാഗത വകുപ്പുമായി കൈകോർത്ത് പ്രദേശത്തെ തനത് ഭക്ഷ്യവിഭവങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് ഫുഡി വീൽസ്. കേരളത്തിലെ വാണിജ്യ വാഹനങ്ങൾക്കായി ഊബർ, ഒല മാതൃകയിൽ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സമ്പ്രദായം എവിടെ? ഓൺലൈൻ ടാക്സി ഓട്ടോ ഉണ്ടോ? ടാക്സി ഓട്ടോ ഊബർ, ഒല മാതൃകയിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ടാക്സി ഓട്ടോ ഉണ്ടോ? അങ്ങനെ ഒരു പദ്ധതി ഞാൻ കേട്ടിട്ടില്ല.
അപ്പൊ കോവിഡാനന്തര ടൂറിസം മേഖലയുടെ അതിജീവനത്തിന്റെ ഭാഗമായി കേരളത്തിലെ പ്രധാന 20 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗതാഗത വകുപ്പുമായി കൈകോർത്ത് പ്രദേശത്തെ തനത് ഭക്ഷ്യ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് ഫുഡി വീൽസ് കേട്ടോ. ഓക്കെ, ഫുഡി വീൽസ് എന്ന് നോട്ട് ചെയ്തു. യെസ്, അപ്പൊ അങ്ങനെ. അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഒരുപാട് പദ്ധതികളുണ്ട്. ഒരു 80% പദ്ധതി നമ്മുടെ മൈൻഡിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക, PDF-ലുള്ള ഫുൾ കാര്യങ്ങളും നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്താ പറയാ, നമ്മൾ ഇന്ന് നമ്മുടെ കേരള ഭരണ സംവിധാനം എന്ന് പറയുന്ന നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ അല്ലെ, അത് രണ്ടും കൂടെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് 299 rupees പർച്ചേസ് ചെയ്യാം. ഓക്കെ, യെസ്, ഇന്നാണ് അതിൽ ഒഫീഷ്യലി ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പോ 9/15 ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ് February 26 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, യെസ്, അപ്പൊ അങ്ങനെ 2 കോഴ്സും കൂടി 299 പർച്ചേസ് ചെയ്യാം. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 7510116655 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ March 4 നമ്മുടെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LDCക്ക് വേണ്ടി, LGSന് വേണ്ടി, ഡിഗ്രി ലെവലിനൊക്കെ വേണ്ടിയിട്ടുള്ള ലോങ് ടേം കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 499 ആണ്. കണക്റ്റഡ് GKയും കൂടെ ഉള്ള കോഴ്സാണ്, 6 മാസത്തെ കോഴ്സാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ 599 2 ദിവസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, അങ്ങനെ ഒരു കോംബോ ഓഫർ ചെയ്യുന്നുണ്ട്. യെസ്, അപ്പൊ തീർച്ചയായിട്ടും ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ടൈപ്പിസ്റ്റ് ആളാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഈ മാസത്തെ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്, നോക്കുക. ഇന്ന് ക്ലാസ് ഇല്ല, ബുധനാഴ്ച ദിവസമാണ് ഇംഗ്ലീഷിന്റെ ക്ലാസ് കേട്ടോ. ഓക്കെ, ഗ്രൂപ്പിലെ ടൈം ടേബിൾ നോക്കണേ. ഇന്ന് രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി ഇട്ടാൻ വേണം, പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ബുധനും ശനിയും ആണ് ഫെബ്രുവരിയിലെ ക്ലാസ്. ഓക്കെ, മാർച്ചിലാവുമ്പോ പിന്നെ ആഴ്ചയിൽ 3 ദിവസമായിട്ട് പോകും കേട്ടോ. സ്നേഹ ബിജു. ഓക്കെ, യെസ്, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. PDF നോക്കാം കേട്ടോ. ബാക്കി കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്, കുടുംബശ്രീയുടെ കുറച്ച് പദ്ധതി കൂടി ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ബൈ. ഈ കോഴ്സിലുള്ള എല്ലാ PDF-കളും എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് ആയിട്ട് 499 കോഴ്സിൽ നിങ്ങൾക്ക് ബണ്ടിൽഡ് ആയിരിക്കും, ഇന്റഗ്രേറ്റഡ് ആയിരിക്കും കേട്ടോ. അതിന് അവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി ഇതുവരെ ഉള്ളതൊക്കെ അവിടെ ഉണ്ട്. ഈ കോഴ്സ് അവസാനിക്കുന്ന അന്നേ ടോട്ടലി അങ്ങോട്ടേക്ക് പറിച്ചു നടക്കും കേട്ടോ. അപ്പൊ പ്രശ്നമില്ലല്ലോ. അപ്പൊ താങ്ക് യു, സി യു, ബൈ.